ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ കറൻറ്റ് ഫീലിങ്സ്. നിങ്ങൾ ആലോചിക്കുന്ന പേഴ്സൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്. അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആകാം, അല്ല ഫ്രണ്ട്ഷിപ്പ് ആകാം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അവരുടെ 72 hours, ഇന്ന് തൊട്ട് നോക്കിയാൽ 72 hours അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എന്താണ്. കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. സോ ഞാനിവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷനിൽ നിങ്ങൾ ഇത് ഫുള്ള് ഒരു നോ കോൺടാക്റ്റ് രീതിയിലാണ് പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നില്ല, ഒരു മെസ്സേജും ഇല്ല, അങ്ങനെ പോവാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവർ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. ഇതൊന്നെങ്കിൽ നിങ്ങളാകാം അല്ലെങ്കിൽ അവരാകാം. പക്ഷെ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്. ഇപ്പോഴും അവർക്ക് ഇത് ഒരു എൻഡിങ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. 3 of Pentacles reversed, the Lovers reversed. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് മുതലേ നിങ്ങൾ ഇവരുടെ പുറകിൽ നിന്ന് ചേസ് ചെയ്യുന്നു. അവരിങ്ങനെ അവരുടെ കാര്യങ്ങളിലായിട്ട് ഓടി നടക്കുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഫെഡപ്പാണ്. ബിക്കോസ് അവർ നിങ്ങളുടെ ട്രസ്റ്റിനെ ബിട്രേ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് അവരെ വിശ്വസിച്ചിരുന്നു, പക്ഷേ അതൊന്നും അല്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളെ എന്തോ ചതിച്ചിട്ടുണ്ട്. കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടോ അതിലോ നിങ്ങൾ ഇവരിത് ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്തോ, അങ്ങനെ നിങ്ങൾ ഫുള്ളി ബിട്രേഡ് ആണ്. ഇപ്പം നിങ്ങൾ ഫുള്ളി ഫെഡപ്പായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ അവർ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂണിവേഴ്സ് ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളോട് ഇതെങ്ങനെയും ഈ പ്രോസസ്സിൽ നിന്നൊന്ന് ഹീൽ ചെയ്തെടുക്കാനാണ്. നിങ്ങൾ എങ്ങനെയും ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇതിൻ്റെ തോട്ട്സിൽ നിന്നും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ഒക്കെ തിരിച്ചു വരാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജായിട്ട് തരുന്നത്. പിന്നെ നിങ്ങൾ എന്തോ ഒരു സീക്രട്ട് ഇവരുടെ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ച എന്തോ ഒരു സീക്രട്ട്, അതും എന്തോ ഒരു അഫെയർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നിങ്ങൾ ഒരു ഫെഡപ്പായിട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളെ ഈ സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു നോ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിലോട്ട് ആക്കിയത് തന്നെ. അവരിൽ എന്തോ ഒരു സീക്രട്ട് കണ്ടുപിടിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അവരെന്താണ് ഈ 72 hours ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 3 of Cups, 9 of Wands, 5 of Wands reversed, 6 of Swords. സോ ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ നിങ്ങൾ സീക്രട്ട് കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളും ഉണ്ട്, വേറൊരു വ്യക്തിയും ഉണ്ട്, ഒരു തേർഡ് പാർട്ടിയും ഉണ്ട്. അപ്പം രണ്ടുപേരെയും ഒരു സമയത്ത് കൊണ്ടു നടക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. 2 ടൈമറായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇയാൾ ഒരു ചീറ്ററായിട്ടാണ് ഇവിടെ കാണുന്നത്. 2 വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതും 2 പേരോട് ഒരു ലവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, ഒരു അട്രാക്ഷനാണ്. ഒരാളോട് ഒരു സെക്ഷൽ അട്രാക്ഷനും മറ്റൊരാളുടെ അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റും അവരുടെ കൂടെ ചേർന്നാൽ, അതിപ്പോൾ നിങ്ങളാകാം അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ആകാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ചേർന്നാൽ നല്ലൊരു പേരെടുക്കാം, അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ചിട്ട് നിങ്ങളോട് റിലേഷൻ ആകുന്നു. മറ്റൊരു തേർഡ് പാർട്ടിയോട് അവർക്കൊരു അട്രാക്ഷൻ വെച്ചാൽ അവർക്ക് സെക്ഷലി അട്രാക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിയോട്. അപ്പം മൊത്തത്തിൽ ഇവർക്ക് ഒരു സിറ്റുവേഷൻ ഇവരൊന്നും ഒരു കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുമായിട്ടൊന്നും നിങ്ങൾ സംസാരിക്കാൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അനുവദിക്കത്തുമില്ല. നിങ്ങൾ സംസാരിക്കാൻ ഇവിടെ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളോടൊന്നും ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതെങ്ങനെയും പ്രോബ്ലം സോൾവ് ചെയ്യാനോ അവർ നോക്കുന്നില്ല. ബിക്കോസ് അവർക്ക് 2 പേരോടും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫാറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അവർക്ക് 2 പേരോടും ഒരു ലവ് ഫാക്ടറായിട്ട് ഇവിടെ കാണുന്നില്ല. ഇനി നമുക്ക് ഒരു ജനറൽ ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസിനെ പറ്റി നോക്കാം. Ace of Cups reversed, Ace of Swords reversed, and Knight of Pentacles reversed. സോ ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ
യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഈ ഒരു ഡുവൽ മെൻറ്റാലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് പോകണോ അതോ ഇത് ബ്രേക്കപ്പായി തന്നെ നിൽക്കണോ, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഈ റിലേഷൻഷിപ്പ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട. ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഒരു ടോക്സിക് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ലവറോ അങ്ങനത്തെ ഒരു ഫീലിങ്ങും അല്ല, ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഇനി മുന്നോട്ട് പോയാലും ഇതിനൊരു ഫ്യൂച്ചർ കാണുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് ഈ ഒരു ഹേർട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര ഹേർട്ടായിട്ടിരിക്കുവാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും ഹീൽ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഇവിടെ പറയുന്നത്. സോ ഗൈസ്, നല്ലൊരു റീഡിംഗ് അല്ല, ഒരു പോസിറ്റീവ് റീഡിംഗ് അല്ല. സോ ബട്ട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതാണ് ഇപ്പം ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ള. സോ താങ്ക് യു.